ഞങ്ങളെല്ലാവരും ഇന്ന് കാനഡ ഡേ ഒക്കെ ആയിട്ട് ചിക്കനൊക്കെ വാങ്ങി പാർക്കിൽ പോയിരുന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചിക്കൻ പീസിലെല്ലാം മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോ കണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ലക്ഷ്മി ചിക്കൻ പീസിലൊക്കെ നല്ലോണം തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 6 പേരുണ്ട്. റേച്ചലും വരും, മെൽബിൻ, പിന്നെ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഇന്ന് പോണത്. ഇന്ന് അതുപോലെ എന്തൊക്കെയോ രാത്രി ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പാർക്കിലും കുറേ സ്ഥലങ്ങളിൽ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കാം, ഇങ്ങനെ നൈറ്റ് വരെ ഇരിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോണേ. കാനഡ ഡേ ആയിട്ട് എന്താ റീച്ചിൽ പറയാള്? വെരി നൈസ്. ഒരു കാനഡ ഡേ വിഷസ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഒരു സണ്ണി ഡേ ആണ്. സണ്ണി ഡേ, നല്ല വെയിലുണ്ട്. സോ വണ്ടി ഉന്തി ഞങ്ങൾ നടന്ന് ആ പാർക്കിലേക്ക് പോവാണ് ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ BBQ ടൂൾ. ഈ ഒരു സാധനത്തിന്റെ പിന്നിൽ ആക്ച്വലി ഒരു ബിഗ് സ്റ്റോറി ഉണ്ട്. അത് ഞാൻ വേറൊരു വ്ളോഗായി ചെയ്യുന്നതായിരിക്കും. ആ സ്റ്റോറി ഇപ്പൊ പറയണില്ല. എന്തായാലും ഒരു ബിഗ് സ്റ്റോറി ഉണ്ട് ഇതിന്റെ പിന്നില്. ബേബീനെ തപ്പി തിരിച്ചു പോകുന്നുണ്ട് ഹസ്. ബേബി ജിഷ്ണു, കാനഡ ഡേ ആയിട്ട് ഒരു വിഷ് പറയൂ. ഹാപ്പി ബർത്ത്ഡേ കാനഡ. കാനഡ സത്യത്തിൽ എന്താണ്, ഇവർക്ക് ഫ്രീഡം ലഭിച്ചതാണോ അത് രാജ്യം ഉണ്ടായതാണോ? ക്യൂവിന്റെ അണ്ടറിലാണല്ലേ. ഏത് ക്യൂൻ? ഇപ്പൊ ക്യൂനല്ല, ഇപ്പൊ കിങ് ആണ് ചാൾസ്. വിക്ടോറിയ ക്യൂൻ ആയിരുന്നോ? അല്ലടാ, എലിസബത്ത് ആയിരുന്നു. ഇപ്പൊ കിങ് ചാൾസ്. ബ്രിട്ടന്റെ കീഴിലല്ലേ കാനഡ. എല്ലാരും ഇവിടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. അത് നല്ലൊരു ഐഡിയ കേട്ടോ. എവ്രിവൺ ഈസ് കമ്മിങ്. മെൽബിൻ ഇറങ്ങിയിട്ടുണ്ട്. മെൽബിൻ ഉറക്കം കംപ്ലീറ്റ് ആയില്ല എന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ മെൽബിൻ. തള്ളു 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 തള്ളാസും വണ്ടി തള്ളു തള്ളു തള്ളു. ജിഷ്ണു ഇതില് നല്ല മൾബറി അന്നത്തെ വ്ളോഗിലും ഉണ്ടായിരുന്നു ഈ സെയിം സാധനം. പക്ഷേ ഇത് ശരിക്കും എഡിബിൾ ആയിരുന്നു. ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. വോവായിട്ടുണ്ട്. വോവായിട്ടുണ്ട്. എടുക്കട്ടുണ്ടാവോ? ഇല്ല. ഇന്നലെ റോട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആർക്ക് ബ്രിഡ്ജ് എവിടെ? സ്കാർബ്രോയിലാണോ? ഇതൊക്കെ ആക്ച്വലി ആ പാർക്കിക്കുള്ള പാർക്കിംഗ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല, അവിടെ പോയിട്ട് എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. ഇതാണ് തോംസൺ പാർക്കിക്കുള്ള എൻട്രി. റേച്ചലിന് എന്താ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? എന്നാലും എന്തെങ്കിലും. യെസ് ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. പാർക്കിൽ നല്ല തിരക്കാണ്. ഇവിടുന്ന് നമുക്ക് ആ തിരക്കിനെ സൂം ചെയ്ത് കാണാം.
ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. മെൽബിൻ, ആർ യു ടയേർഡ്? കവർ പിടിക്കണോ? ഇവിടെ ആക്ച്വലി ഇന്ന് കാനഡ ഡേ ആയിട്ട് മ്യൂസിക്കും അതും ഇതും ഒക്കെ നടക്കുന്നുണ്ട്. ഫൈനലി ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഒരു മരച്ചോട്ടിൽ ഞങ്ങൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് തീയൊക്കെ കൂട്ടുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലൊക്കെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന പോലെ ഗ്രില്ല് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടക്കണ്ടായിരുന്നില്ല. അതിൻ്റെ ലിക്വിഡ് തന്നെ ആവശ്യം വന്നു. ലാസ്റ്റ് മിസ്റ്റർ ജിഷ്ണു ആൻഡ് മിസ്റ്റർ മെൽബിൻ പോയി അത് വാങ്ങിക്കാൻ. ഞങ്ങൾ നിൽക്കുന്ന ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ കുറേ ശ്രീലങ്കൻ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആ ഒരു ലിക്വിഡ് വാങ്ങിക്കാൻ പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ മാക്സിമം കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. മൂന്നാറിലായിരുന്നു. അതെ, മൂന്നാറിലായിരുന്നു റേച്ചലിന്റെ ജീവിതം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരാളായിരുന്നു. ഇപ്പൊ കാനഡയിൽ ഇങ്ങനെ ഊതിരിക്കണു. ഇപ്പൊ കാനഡയിൽ ഇങ്ങനെ ഊതിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്നിട്ട് 2-3 സോസേജും വെക്കാട്ടോ. അപ്പൊ ഓക്കെ കുട്ടികളെ, അനുകരിച്ചതും അല്ല, അത് കുറച്ച് ഇതാവണം, ഒരു ഹാഫ് കുക്ക് ആവണം. അടച്ചു വെക്കണ്ടേ? എന്നാ പിന്നെ 6 എണ്ണം വെച്ചോ. തുടക്കത്തിൽ തന്നെ നടക്കൂല. വാങ്ങിച്ചാ നന്നായി. കത്തറ നടക്കൂല. നമ്മള് പരാജയപ്പെട്ട് തോറ്റ് വെച്ച് കത്തുന്നുണ്ടല്ലേ? മാറ്റിയത് അത് നന്നായിട്ട് കത്തുക. മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന് ആ ഷോർട്സൊക്കെ എടുക്കാൻ മറന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ആ പാർക്ക് ഒരു 10 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്ന് ഒരു 10:45-11 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.